നമസ്കാരം. മണി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഓരോ പൗരനും ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു രേഖയായി ആധാർ കാർഡ് മാറിയിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് തുറക്കാനും ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടാനും തുടങ്ങി എല്ലാ പ്രധാന കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് അത്യാവശ്യമാണ്. എന്നാൽ പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ആധാർ കാർഡിന് കാലാവധി ഉണ്ടോ എന്നത്. കാലാവധി കഴിഞ്ഞാൽ നമ്മൾ ഇത് പുതുക്കേണ്ടി വരുമോ? ഇതിനെക്കുറിച്ച് പല തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിന്റെ കാലാവധിയെക്കുറിച്ചും നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാനിന്ന് പറയാൻ പോകുന്നത്. ആധാർ കാർഡിന് കാലാവധിയില്ല. ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. നിങ്ങൾ ഒരു തവണ ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനാകും. ആധാർ കാർഡിന് നിശ്ചിത കാലാവധി ഉണ്ട് എന്നും അത് പുതുക്കേണ്ടതുണ്ട് എന്നുമുള്ള പ്രചാരണങ്ങളൊക്കെ തെറ്റാണ്. UIDAI യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് ഒഫീഷ്യലായി തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്നാൽ ആധാർ കാർഡിന് കാലാവധി ഇല്ലെങ്കിലും അതിലെ വിവരങ്ങൾ കാലാകാലങ്ങളിൽ പുതുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വിവരങ്ങൾ പുതുക്കേണ്ടത് എന്ന് നോക്കാം. കൃത്യമായ വിവരങ്ങൾ. നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ എപ്പോഴും കൃത്യമായിരിക്കണം. നിങ്ങളുടെ അഡ്രസ്, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ മാറുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് പ്രധാനമാണ്. ബയോമെട്രിക് വിവരങ്ങൾ. കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ, അതായത് വിരലടയാളം, ഐ സ്കാൻ എന്നിവ പ്രായത്തിനനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 5 വയസ്സ് തികയുമ്പോഴും 15 വയസ്സ് തികയുമ്പോഴും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടത് നിർബന്ധമാണ്. സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ. ആധാർ കാർഡ് ഉപയോഗിച്ച് ഇന്ന് നിരവധി ഗവൺമെന്റ്, പ്രൈവറ്റ് സേവനങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. വിവരങ്ങൾ കൃത്യമല്ലാത്ത പക്ഷം ഈ സേവനങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ആധാർ വിവരങ്ങൾ എങ്ങനെ പുതുക്കാം എന്ന് നോക്കാം. 2 വഴികളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഓൺലൈൻ. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് UIDAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി ചില വിവരങ്ങൾ പുതുക്കാവുന്നതാണ്. അഡ്രസ്, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി മാറ്റാൻ സാധിക്കും. ഓഫ്ലൈൻ. ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കാനും മറ്റു പ്രധാന മാറ്റങ്ങൾ വരുത്താനും ആധാർ സേവാ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ടി വരും. അംഗീകൃത ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോയി ആവശ്യമായ രേഖകൾ നൽകി വിവരങ്ങൾ പുതുക്കാവുന്നതാണ്. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ആധാർ കാർഡ് വിവരങ്ങൾ എപ്പോഴും കൃത്യമായി സൂക്ഷിക്കുക. അഡ്രസ്, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങളിൽ മാറ്റം വരുമ്പോൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ കൃത്യസമയത്ത് പുതുക്കുക. ആധാർ കാർഡ് സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾക്ക് UIDAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. ആധാർ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖ മാത്രമല്ല, അത് നിങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വിവിധ സേവനങ്ങളെ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും സഹായിക്കുന്ന ഒരു പ്രധാന രേഖ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.